എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറേ അധികം നാളുകളായിട്ട് കാത്തിരുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരുന്ന ഒരു വിജ്ഞാപനം. നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 400ഓളം ഒഴിവുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻസ് ക്ഷണിച്ചിരിക്കുന്നത്. ഒരു ദേവസ്വം ബോർഡിന് കീഴിൽ ഇത്രയധികം ഒഴിവുകൾ വന്നിരിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും ഏറ്റവും വലിയൊരു അവസരം കൂടിയാണ്. ഒരു 400 പേർക്ക് ഒരു ജോലി ഈ വർഷം തന്നെ സ്ഥിരമായൊരു വരുമാനം, സ്ഥിരമായൊരു ജോലി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോ ഒട്ടനവധി നോട്ടിഫിക്കേഷനകത്തില് നമുക്ക് ഈ വർഷം വന്ന അവരുടെ നോട്ടിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വത്തിന്റെ നോട്ടിഫിക്കേഷനകത്തിൽ പല തസ്തികകളിലായിട്ടാണ് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പല തസ്തികകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നമ്മൾ കാത്തിരുന്ന ഒട്ടനവധി നാളുകളായിട്ട് പെൻഡിങ്ങിലായിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ തന്നെ എന്തുണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആ നോട്ടിഫിക്കേഷന്റെ PDF ഓരോന്നിന്റെയും കാറ്റഗറി നമ്പർ അടക്കം കൃത്യമായ നോട്ടിഫിക്കേഷൻസ് എല്ലാത്തിന്റെയും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. ഓക്കെ, കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തിരുവനന്തപുരം വിജ്ഞാപന തീയതി 29/3 വിജ്ഞാപന തീയതിയായിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാ 29/3, അതായത് ഇന്നലെ നമ്മുടെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ എത്തി. 29 മുതൽ അവസാന തീയതി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി 28/4 28/4 നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വന്നിരിക്കുന്നത് 28/4. ഗുരുവായൂർ ദേവസ്വത്തിലെ താഴെ പറയുന്ന തസ്തികകളിലെ ഒഴിവുകൾ നിയമിക്കപ്പെടുന്നതിന് ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഓക്കെ, അപ്പോ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻസ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് പോസ്റ്റ് ആണ്. അപ്പോൾ അതിന്റെ ഒഴിവ് 36 ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത്. 36 ഒഴിവ്. പ്രായപരിധി 18 to 36 നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതുപോലെയാണ് ബാക്കി എല്ലാം അതുപോലെ തന്നെയാണ്. ശമ്പള നിരക്ക് 26,500 to 60,700 LD ക്ലർക്കിന്റെ ശമ്പള നിരക്ക് പറഞ്ഞിരിക്കുന്നത്. 36 ഒഴിവുകളിലേക്കാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. ഹെൽപ്പർക്ക് 14 ഒഴിവുണ്ട്. 18 to 36 ഹെൽപ്പർക്ക് 18 to 36 പ്രായപരിധി. ഏകദേശം 14 ഒഴിവുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ സാനിറ്റേഷൻ വർക്കർ, അതുപോലെ തന്നെ നമ്മുടെ റൂം ബോയ്, അതാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഈ സാനിറ്റേഷൻ വർക്കർ 7ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാനിറ്റേഷൻ വർക്കർ ആവാൻ പറ്റും. 23,200 ആ സാനിറ്റേഷൻ വർക്കറുടെ ബേസിക് പേ വരുന്നത്. 23,200 to 50,200 23,200 to 50,200 ഏത് സാനിറ്റേഷൻ വർക്കർ അല്ലെങ്കിൽ സാനിറ്റേഷൻ വർക്കർ ആയുർവേദയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കാ? 7ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 7ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 116 ഒഴിവാണുള്ളത്, ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് LGS യോഗ്യതയുള്ള ആളുകൾക്ക്, LGS ആയിട്ട് ആ യോഗ്യതയുള്ള ആളുകൾക്ക് 7ാം ക്ലാസ് നമ്മുടെ PSCയിലൊക്കെ LGS തൊട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. 7 തൊട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 116 വേക്കൻസിയാണ്. 23,200 to 50,200 ബേസിക് പേ വരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക, ഒരു ചെറിയ കാര്യമല്ല. അതുപോലെ തന്നെ ഗാർഡനർ ഒരു വേക്കൻസിയാണുള്ളത്. കൗബോയ്ക്ക് 30 വേക്കൻസി. എല്ലാം 20 to 36, 18 to 36 പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്. റൂം ബോയ് 118 നമ്മുടെ ദേവസ്വം ബോർഡിലെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിവിധങ്ങളായിട്ടുള്ള അവരുടെ ഹോട്ടൽസും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സത്രം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് എന്തുണ്ട്, റൂം ബോയിയുടെ വേക്കൻസി ഉണ്ട്. 118 വേക്കൻസിയാണ് റൂം ബോയ്ക്കുള്ളത്. 007/2025 നോട്ടിഫിക്കേഷൻ നമ്പർ. 007/2025
2025 7ാം ക്ലാസ് വിജയമാണ് നമുക്ക് അതിനും വേണ്ടത്. 7ാം ക്ലാസ് വിജയമാണ് റൂം ബോയിയുടെയും ക്വാളിഫിക്കേഷൻ. അതിന്റെയും ബേസിക് പേ വരുന്നത് 23,200 ടു 50,200 വരുന്നത്. 118 വേക്കൻസിയാ, വലിയ വേക്കൻസി അതൊക്കെ. 118 വേക്കൻസിയാണ്. ഓക്കെ, അപ്പോ 7ാം ക്ലാസ് വിജയമാണ് അതിനും വേണ്ടത് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഒരു വലിയ അവസരമാണ് ഈ ഒരു ലെവലിലുള്ള ജോലി നോക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് വന്നിരിക്കുന്നത്. 118 അതുപോലെ തന്നെ സാനിറ്റേഷൻ വർക്കർ 116 വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത്. 7ാം ക്ലാസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ പ്ലംബർ 118 വേക്കൻസി ഉണ്ട്. പ്ലംബറിന് 6 വേക്കൻസി. ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർക്ക് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 27,900 മുതൽ 63,700 വരെയാണ് നമുക്ക് എന്ത് വന്നിരിക്കുന്നത്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെ ബേസിക് പേ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എത്ര വേക്കൻസിയാ ഉള്ളത്? 2 വേക്കൻസിയാണുള്ളത്. SSLCയുടെ കൂടെ സ്റ്റോക്ക്മാൻ കോഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. SSLCയുടെ കൂടെ സ്റ്റോക്ക്മാൻ കോഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. SSLCക്ക് ശേഷം സ്റ്റോക്ക്മാൻ കോഴ്സ് പഠിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടാതെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് 2 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ആരായിട്ട് അപ്ലൈ ചെയ്യാന്? നമ്മുടെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. അപ്പൊ 25 മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 27,900 ടു 63,700 ബേസിക് പേ വരുന്നത്. 2 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, വെറ്റിനറി സർജന്റെ 3 വേക്കൻസി ഉണ്ട്. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 55,200 ടു 1,15,300 വെറ്റിനറി സർജന്റെ എന്ത് വരുന്നത്, നമ്മുടെ ബേസിക് പേ വരുന്നത്. 3 വേക്കൻസിയാണുള്ളത്. LD ടൈപ്പിസ്റ്റ് 18 ടു 36 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 26,500 ടു 60,700 ബേസിക് പേ. 2 വേക്കൻസിയാണുള്ളത്. ഓക്കെ, അസിസ്റ്റന്റ് ലൈൻമാൻ നോക്കി 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 16 വേക്കൻസികളുണ്ട്. 26,500 ടു 60,700 എന്ത് വന്നിരിക്കുന്നത്, ബേസിക് പേ. 26,500 ടു 60,700 ബേസിക് പേ. 16 വേക്കൻസി. കീഴടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ, നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗുരുവായൂർ അമ്പലത്തിന്റെ സബ് അമ്പലങ്ങളായിട്ടുള്ള ചെറിയ അമ്പലങ്ങൾ, ഒരുപാട് അമ്പലങ്ങളുണ്ട്. അവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാരെയും ഇതിന്റെ കൂട്ടത്തിൽ വിളിച്ചിട്ടുണ്ട്. 25 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 25,100 ടു 57,900 ബേസിക് പേ വരുന്നത്. 12 വേക്കൻസിയാണുള്ളത്. ലാബ് ക്ലീനർക്ക് 8 വേക്കൻസി ഉണ്ട്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. 23,000 ടു 50,200 ലാബ് ക്ലീനറുടെ ബേസിക് പേ വരുന്നത്. അടുത്തത് കലാനിലയം സൂപ്രണ്ടാണ്. കലാനിലയം സൂപ്രണ്ടിന്റെ 25 ടു 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 50,200 ടു 1,05,300 ബേസിക് പേ വരുന്നത്. 1 വേക്കൻസിയാണുള്ളത്. അതുപോലെ കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ 1 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് 4 വേക്കൻസി. കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സർവർ 1 വേക്കൻസി. താളം പ്ലെയർ 1 വേക്കൻസി. ടീച്ചർ മദ്ദളം വാദ്യവിദ്യാലയം 1 വേക്കൻസിയാണുള്ളത്. ടീച്ചർ തിമില വാദ്യവിദ്യാലയം 1 വേക്കൻസിയാണുള്ളത്. ഇതെല്ലാം 31,100 ടു 66,800 ബേസിക് പേ വന്നിരിക്കുന്നത്. വർക്ക് സൂപ്രണ്ടിന് 10 വേക്കൻസി ഉണ്ട്. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10 വേക്കൻസിയാണുള്ളത്. ആനച്ചമയ സഹായി 1 വേക്കൻസി. അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് 1 1 വേക്കൻസി. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് എത്ര വേക്കൻസിയാ? 2 വേക്കൻസി. കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റിന് എത്ര വേക്കൻസിയാ? കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റിന് 1 വേക്കൻസി. ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ADP എത്ര വേക്കൻസി ആണുള്ളത്? 1 വേക്കൻസി. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് 1 വേക്കൻസി ആണുള്ളത്. മെഡിക്കൽ ഓഫീസർ ആയുർവേദ 2 വേക്കൻസി. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് ആയയുടെ വേക്കൻസി ഉള്ളത്. 18 ടു 36 വയസ്സ് വരെയുള്ള 6 പേർക്ക് അവസരമുണ്ട്. 6 വേക്കൻസിയാണ് ആയക്കുള്ളത്. ഓഫീസ് അറ്റൻഡന്റ് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഓഫീസ് അറ്റൻഡന്റ് ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ്
7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 7ാം ക്ലാസ് യോഗ്യതയും വേണം, അതുപോലെ സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കുകയും വേണം. സൈക്കിൾ സവാരി അറിഞ്ഞിരിക്കുകയും വേണം. അങ്ങനെയുള്ളവർക്ക് 2 വേക്കൻസി ഉണ്ട്. എന്തിന്? ഓഫീസ് അറ്റൻഡന്റ്, ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിൽ. അതും ഈ LGS ലെവൽ പേ സ്കെയിലാണ്. 23,000 to 50,200 ആണ് അതിന്റെയും പേ സ്കെയിൽ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ സീപ്പർക്ക് 2 വേക്കൻസി ആണുള്ളത്. 23,000 to 50,200. ഇതെല്ലാം 7ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ലാബ് അറ്റൻഡർക്ക് 1 വേക്കൻസി. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഏറ്റവും വലിയ ഒരു നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക് 1 വേക്കൻസി ഉള്ളൂ. ഒറ്റ വേക്കൻസി ഉള്ളൂ കേട്ടോ. ലോവർ ഡിവിഷൻ ക്ലർക്ക് LD ക്ലർക്ക് ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഒറ്റ വേക്കൻസി. KG ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് KG ടീച്ചറിന്റെ 2 വേക്കൻസി ഉണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 31,100 to 66,800 ആണ് നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2ന്റെ ബേസിക് പേ സ്കെയിൽ വന്നിരിക്കുന്നത്. 3 ഒഴിവാണുള്ളത്. SSLC കൂടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ അല്ലെങ്കിൽ സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് ഉള്ള യോഗ്യരായ ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 18 to 36. ഡ്രൈവർ ഗ്രേഡ് 2 18 to 36 ആണ് ഏജ് ലിമിറ്റ്. 25,100 to 57,900 വരെയാണ് വരുന്നത് നമ്മുടെ പേ സ്കെയിൽ വരുന്നത്. 4 വേക്കൻസി ഉണ്ട്. 4 വേക്കൻസി. അതുപോലെ തന്നെ മദ്ദളം പ്ലെയർ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ് 1 വേക്കൻസി ആണുള്ളത്. അപ്പോൾ ഇത്രയും വേക്കൻസികളാണ് നിലവിലുള്ളത്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ LGS ലെവൽ പോസ്റ്റുകളായിട്ടുള്ള റൂം ബോയ്, അതുപോലെ തന്നെ നമ്മുടെ സാനിറ്റേഷൻ വർക്കറൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ഉള്ളത്. പിന്നുള്ളത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. നമുക്കറിയാം ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ എല്ലാ വർഷവും ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിക്കോട്ടെ, മലബാർ ദേവസ്വം ബോർഡിന്റെ ആയിക്കോട്ടെ, നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആയിക്കോട്ടെ, എവിടുത്തെ നോട്ടിഫിക്കേഷൻ വന്നാലും ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് LD ക്ലർക്കിന്റെ പോസ്റ്റ്. നമുക്കറിയാം 36 ഒഴിവാണുള്ളത്. നമ്മളൊക്കെ കേരള PSCയുടെ LD ക്ലർക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി ഇപ്പൊ നിലവിൽ അതിന്റെ റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പഠനം കണ്ടിന്യൂ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ ഒരു പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിലബസിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ 15 മാർക്കിന്റെ ഒരു മാറ്റം മാത്രം. നമ്മളിത് പുതിയതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു 15 മാർക്കിന് ചോദിക്കും. അത് മാത്രമാണ് നമുക്ക് സിലബസിൽ വരുന്ന വ്യത്യാസം. ബാക്കിയൊക്കെ ഏകദേശം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇപ്പം കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, നമുക്ക് സയൻസ് ബേസ്ഡ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചതാണ്. GK, കറണ്ട് അഫെയർ, ഇംഗ്ലീഷ്, മലയാളം, മെന്റൽ എബിലിറ്റി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ LD ക്ലർക്കിന്റെ പരീക്ഷയുടെയും അല്ലെങ്കിൽ വിവിധ മത്സര പരീക്ഷകളുടെ ഭാഗമായിട്ടൊക്കെ പഠിച്ച ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അതൊരു പുത്തരിയല്ല. നമ്മൾ സ്കോർ ചെയ്യേണ്ട മേഖല ഒരു 15 മാർക്കിന്റെ 15 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്നൊക്കെ പറയാം. നമുക്ക് ആ ഒരു ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങള്, ക്ഷേത്രകലകള്, ഐതിഹ്യങ്ങള് തുടങ്ങി കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ആ ഒരു മേഖലയിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ ഒരു മേഖലയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ടത്? അഡീഷണലി സ്കോർ ചെയ്യാൻ പറ്റേണ്ടത്. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന LD ക്ലർക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കാം. നോക്കിയേ ഇതാണ് LD ക്ലർക്ക്. ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ ആപ്ലിക്കേഷൻ ഇന്നലെ മുതൽ നമ്മുടെ സൈറ്റിലുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാം. അവസാന ദിവസം വരെ ആരും നോക്കിയിരിക്കില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. നോക്കിയേ, അവസാന തീയതി 28/4 ആണ്. 28 ഏപ്രിൽ വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വിജ്ഞാപന തീയതി 29/3 ആയിരുന്നു. 28 ഒരു മാസം നമുക്ക് ടൈം തന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു മാസം സമയം നമുക്ക് വേണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പൊ എല്ലാം ക്വിക്കലി വളരെ ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് പഠനം ആരംഭിക്കാൻ പറ്റും. നോക്കിയേ, ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള 36 ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. അപ്പൊ നോക്കിയേ, ഗുരുവായൂർ ദേവസ്വത്തില് LD ക്ലർക്കായിട്ട് ദൈവത്തിൽ വിശ്വാസമുള്ള, ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള, നിശ്ചിത യോഗ്യതയുള്ള, ബന്ധപ്പെട്ട യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. കാറ്റഗറി നമ്പർ 001/2025. ഈ വർഷത്തെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ് 001/2025.
തസ്തികയുടെ പേര് LD ക്ലർക്ക് അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക്. ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലേക്കാണ് LD ക്ലർക്ക് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശമ്പള സ്കെയിൽ നോക്കി 26,500 ടു 60,700 സാലറി സ്കെയിൽ വരുന്നത്. നോക്കി 26,500 ടു 60,700 എന്ത് വരുന്നത്, സാലറി സ്കെയിൽ വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. സ്കിൽസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒന്നും ഉണ്ടായിരിക്കണം. സ്കിൽസ് എന്തുണ്ടായിരിക്കണം, കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. ഒഴിവുകളുടെ എണ്ണം നോക്കിയേ. നിലവിലുള്ള ഒഴിവ് 36 ഒഴിവാണ് നിലവിലുള്ളത്. നിലവിൽ എത്ര ഒഴിവാണുള്ളത്? 36 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും. അപ്പൊ നോക്കിയേ, ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 1 വർഷവും ഏറ്റവും കൂടിയത് 3 വർഷവും നിലവിലിരിക്കുന്നതാണ്. എന്നാൽ 1 വർഷത്തിന് ശേഷം ഇതേ ഉദ്യോഗത്തിന് ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ ആ തീയതി മുതൽ ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിന് പ്രാബല്യം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഇനി ഒരു നോട്ടിഫിക്കേഷൻ LD ക്ലർക്കിന്റെ വിളിച്ച് ആ നോട്ടിഫിക്കേഷന്റെ എക്സാം കഴിഞ്ഞ് ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന ദിവസം മുതൽ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് റദ്ദാവും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴിവുകളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ്. അപ്പോ 36 വേക്കൻസി ആണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അവർ വിജ്ഞാപനം തയ്യാറാക്കിയ സമയത്തെ വേക്കൻസി ആണ് ഈ 36 എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അതിൽ കൂടാം. മുകളിൽ കാണിച്ചിട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യത്തിൽ ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കുന്ന മറ്റൊഴിവുകൾ. അപ്പോ ഇതിൽ കൂടുതൽ വേക്കൻസികൾ ഇനി ദേവസ്വം ബോർഡിൽ ഓരോ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്നും, ഈ LD ക്ലർക്ക് ലിസ്റ്റിൽ നിന്നും കൂടുതൽ നിയമനങ്ങൾ നടത്തപ്പെടാം എന്നാണ് പറയുന്നത്. എന്തായാലും 36 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ വേക്കൻസികളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തിയിരിക്കും. നിയമന രീതി നോക്കിയേ. നേരിട്ടുള്ള നിയമനമാണ്. നമുക്കറിയാം. നമ്മള് ഓൺലൈൻ അപേക്ഷ കൊടുത്ത് അവരൊരു പരീക്ഷാ തീയതി ഇടും. ആ പരീക്ഷാ തീയതി ഉള്ളിടത്ത് നമ്മൾ പോയി നമ്മുടെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുക, പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതിയതിനെ സംബന്ധിച്ച് അതിന് ശേഷം അവർ റാങ്ക് പട്ടിക ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിടും. ആ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടതിന് ശേഷമാണ് അതിൽ നിന്നും എന്ത് വരുന്നത്, നിയമനം നടത്തുന്നത്. നോക്കിയേ, പ്രായപരിധി 18 ടു 36 ആണ് പ്രായപരിധി വരുന്നത്. 18 ടു 36 പ്രായപരിധി. ഉദ്യോഗാർത്ഥികൾ 1/1/2007 ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികൾ ഉൾപ്പെടെ. അപ്പോ ഉദ്യോഗാർത്ഥികൾ 1/1/2007 2/1/1989 മധ്യേ ജനിച്ചവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഓക്കെ, പരീക്ഷാ ഫീസ് ഉണ്ട്. പരീക്ഷയ്ക്ക് ഫീസ് ഉണ്ട് കേട്ടോ. പരീക്ഷാ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും 500 രൂപയാണ്. അപേക്ഷാ ഫീസായിട്ട് ജനറൽ കാറ്റഗറിയിലുള്ളവർ അപ്ലൈ ചെയ്യേണ്ടത് 500 രൂപയാണ്. SC ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള പട്ടികജാതി വിഭാഗക്കാർക്ക് 250 രൂപയാണ്. ST ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടികവർഗ വിഭാഗക്കാർക്കും 250 രൂപയാണ്. OBCക്കാർക്ക് 500 രൂപയാണ്. ജനറൽ EWS കാറ്റഗറിക്കാർക്ക്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള കാറ്റഗറി EWS ഉള്ള ആളുകൾക്കും 500 രൂപയാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലെ പേയ്മെന്റ് ഗേറ്റ് വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഓൺലൈനായിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റ് വഴി തന്നെ വേണം അടയ്ക്കാൻ, ഫീസ് അടയ്ക്കാൻ. അപ്പോൾ ഫീസ് അടച്ച് വേണം, അപ്ലൈ ചെയ്തതിനു ശേഷം ഫീസ് അടയ്ക്കണം കൃത്യമായിട്ട്. അങ്ങനെയുള്ളവരെ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ EWSകാർക്ക് എന്തുണ്ട്, ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആളുകൾക്ക്, നമുക്കറിയാം EWS നമ്മൾ കേരള PSCയും പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരള PSCയും EWS പ്രകാരം റൊട്ടേഷൻസ്, അതായത് റിസർവേഷൻ കൊടുക്കാറുണ്ട്. 10% സംവരണം നൽകുന്നതാണ്. EWSകാർക്ക് 10% സംവരണമുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇതിന് അർഹരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയിൽ അവകാശപ്പെടുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ
തങ്ങൾ ഹിന്ദു മതത്തിലെ സംവരണേതര സമുദായത്തിൽപ്പെട്ട ജനറൽ കാറ്റഗറികളിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാരാണെന്ന വില്ലേജ് ഓഫീസറിൽ നിന്നും 18/11/2009 സർക്കാർ ഉത്തരവ് പ്രകാരം ഉള്ളവർക്ക് EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. ഇപ്രകാരം ചെയ്യാത്തവർക്ക് പ്രസ്തുത ആനുകൂല്യം നൽകുന്നതല്ല. അതായത് EWSകാർക്ക് കൃത്യമായിട്ട് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കൃത്യമായി സർട്ടിഫിക്കറ്റ് വാങ്ങണം. സർട്ടിഫിക്കറ്റ് വാങ്ങി കൃത്യമായിട്ട് നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, EWS കാറ്റഗറിയിൽ ഉൾപ്പെടുത്തത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ അപേക്ഷിക്കേണ്ട വിധം നോക്കി. അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക സൈറ്റ് KDRB www.kdrb.kerala.gov.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വെബ്സൈറ്റിന്റെ ഹോം പേജിൽ എന്തുണ്ട്, അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് ഉണ്ട്. അതുവഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം, നമ്മളിപ്പോ ഈ CSEB പരീക്ഷ ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, നമ്മൾ സെയിം കാര്യമാണ് ചെയ്യുന്നത്. സെയിം കാര്യം തന്നെയല്ലേ. നമ്മളൊരു പ്രൊഫൈൽ ഇല്ലാത്തൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് 1 ടൈം പാസ്വേഡ് വഴി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ഉണ്ട്. ഇതുവഴി നമ്മുടെ പ്രൊഫൈലിൽ കയറുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പരിചയം, വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെയോ ഓൺലൈനായിട്ടോ അടയ്ക്കണം. DD മണി ഓർഡറോ സ്വീകരിക്കത്തില്ല. DD ആയിട്ടോ മണി ഓർഡർ ആയിട്ടോ നിങ്ങൾ അയച്ചാൽ അത് സ്വീകരിക്കത്തില്ല. ഓൺലൈനായിട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റ് വഴി തന്നെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് അവർ സ്വീകരിക്കത്തുള്ളൂ. ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതല്ല കേട്ടോ. അപ്പൊ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ എലിജിബിലിറ്റി, നിങ്ങൾ ആ ഒരു ബന്ധപ്പെട്ട തസ്തികയ്ക്ക് യോഗ്യരാണോ, ക്വാളിഫിക്കേഷൻ പ്രകാരം യോഗ്യരാണോ നോക്കിയിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് നൽകുന്നതല്ല. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 28/4/2025 അർദ്ധരാത്രി 12 മണി വരെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അതുവഴി നിങ്ങൾ എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കുകയും അതിന്റെ കൂടെ ഫീസ് അടയ്ക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നോട്ടിഫിക്കേഷൻസ് 400-ലധികം വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ ഒരു നോട്ടിഫിക്കേഷൻ അല്ല. 400 പേർക്ക് തൊഴിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യം തന്നെയാണ് ഈ വർഷം. ഓക്കെ, ഈ വർഷം 400 പേർക്ക് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഇപ്പൊ 7ാം ക്ലാസ് നിലവാരത്തിലായിക്കോട്ടെ, LD ക്ലർക്ക് നിലവാരത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പം നമ്മള് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോലുള്ള കോഴ്സ് ഒക്കെ പഠിച്ചവർക്കായിക്കോട്ടെ, നേഴ്സുമാർക്കായിക്കോട്ടെ, വെറ്റിനറി സർജൻ, വെറ്റിനറി ഡോക്ടർമാർക്കായിക്കോട്ടെ, എല്ലാവർക്കും അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റുകൾ ഇപ്പം നിലവിൽ നോട്ടിഫിക്കേഷൻ വഴി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. മസ്റ്റർ കീ അക്കാഡമി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ക്ലർക്ക് പരീക്ഷയുടെ കോഴ്സുകൾ ഉടൻ ആരംഭിക്കുകയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ക്ലർക്ക് പരീക്ഷയുടെ കോഴ്സുകൾ ഉടൻ ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. കൃത്യമായിട്ട് ഒരുമിച്ച് പഠിച്ച് മുന്നേറാനുള്ള സമയമുണ്ട്. നല്ലൊരു അവസരവും മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക, പഠനം ആരംഭിക്കുക. ഓക്കെ, താങ്ക് യു.